അപ്പൊ എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് ഞാൻ ചുരിദാർ മേടിച്ചിട്ട് അത് ഇട്ടിട്ട് ഹലോ നല്ല സഭ്യ രീതിയിൽ സഭ്യ അങ്ങനെ വരണം വേണ്ടോ ഓക്കെ സിമ്പിൾ ആയിട്ടുള്ള മലയാളം കുട്ടിക്ക് അറിയത്തില്ല, എനിക്ക് എങ്ങനെയെങ്കിലും നീ റെഡി ആക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ചുരിദാർ ഒരു മണിക്കൂർ അങ്ങനെയൊക്കെ റെഡി ആയിട്ട് പോയി നമസ്തേ നമസ്തേ ഒക്കെ ചെയ്തു. അവർക്ക് ഇഷ്ടമായിരുന്നു. അവിടെ റിലേറ്റീവ്സിനൊക്കെ ഓക്കെ ആയിരുന്നു. അവിടെ അങ്ങനെ പ്രോബ്ലം ഇല്ല, ഇവിടെ പോലെ അല്ല, ഹോ ഹോ ഇല്ല, ഇങ്ങനെയല്ല അങ്ങനെ. അവിടെ മലയാളി ചാലഞ്ചിങ് എങ്ങനെ വളച്ചതായിരുന്നു അവർക്ക് അല്ലേ? ശരിയാ, നമ്മള് മലയാളീസ് നോർത്ത് ഇന്ത്യയിലെ കേരളത്തിലെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര റെസ്പെക്ട് ആണ്. നല്ല ബ്യൂട്ടി എന്ന് പറയുന്നത് കേരള ആണെന്നാണ് അവിടെ പറയണേ. അപ്പൊ ഞാൻ ഇട്ട് എക്സ്പ്രഷൻ കിട്ടുമ്പോ മനസ്സിലായി. കുറ്റം ഹിന്ദിയിലെ വരത്തുള്ളൂ. എനിക്ക് എന്നാ പറഞ്ഞ കുറ്റം എന്റെ മാതൃഭാഷയിലെ വരത്തുള്ളൂ. എന്റെ കാര്യം എന്ന് വെച്ചത് നിങ്ങള് തമ്മിൽ നല്ലതാന്ന് വെച്ചാൽ ഇപ്പം നാത്തൂമാരൊക്കെ ഇരിക്കുമ്പോ അപ്പുറത്തെ വീട്ടിലെ നമ്മുടെ അതൊക്കെ ചെയ്യും. അതിനാണ് ഞങ്ങൾ എല്ലാരും ഭയങ്കര യുണൈറ്റഡ് ആണ്. അതുവരെ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ അതിന് ഞങ്ങൾ എക്സ്പേർട്ട് ആണ്. അതിന് ഞങ്ങൾക്ക് മാതൃഭാഷ ഒന്നും വേണ്ട. അല്ലെങ്കിൽ പിന്നെ മതം മാറ്റണം, എന്തെല്ലാം പ്രശ്നങ്ങളായെന്നറിയോ? ഞങ്ങൾക്കത് പ്രശ്നമല്ല. അല്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. എന്റെ വീട്ടുകാർക്ക് ഇത്രേ ഉള്ളൂ, നിനക്ക് ഇഷ്ടപ്പെടുന്നു. ഓ, ഇവിടെയാണ് അങ്ങനെയല്ല, നിനക്കാണ് ഇഷ്ടം. ഇപ്പൊ പറഞ്ഞേക്കാം. എന്തൊക്കെ ചെയ്തു? ഞാൻ പാട്ട് പാടി, ഡാൻസ് കളിച്ചു, പിന്നെ സ്കിറ്റ് കളിച്ചു. അത് കഴിഞ്ഞിട്ട് കൊച്ചിനെ കൊണ്ട് പോയിട്ട് മമ്മി അവിടെ സ്റ്റാറായി അല്ലേ? എനിക്ക് സ്റ്റാർ ആവാൻ പറ്റിയില്ല. വന്നിട്ടുണ്ട്. സോ വരുന്ന കമന്റ്സ് ഒക്കെ എൻവി അഡൽട്ട് കൈൻഡ് ഓഫ് കമന്റ്സ് ആണ്. അപ്പൊ എനിക്ക് ആദ്യമൊക്കെ മനസ്സിലാവത്തില്ല. അപ്പൊ ഞാൻ ഉറക്കി വരാം. ഇതിന് വേറെ മീനിങ് ഉണ്ടോ? ഗോവയിൽ പള്ളി പോയോ? പള്ളി പോയി, പത്തിന് പോയോ? രണ്ടിനും പായുണ്ട്. പള്ളി പോയി. അന്നേക്ക് വയറ് കൂടുതലായിരുന്നു, അതിന് ശേഷം കുറഞ്ഞു. അതെന്താ എനിക്കറിയില്ല, വെള്ളത്തിന്റെ കുറിച്ച് എനിക്കറിയില്ല. അവിടത്തെ വെള്ളത്തില്ലേ ചില സമയത്ത് നമുക്കൊക്കെ കണ്ടപ്പോ ട്രെയിനിനെ പപ്പയോട് ചോദിച്ചത് പപ്പ പറഞ്ഞൊരു റീസൺ എന്ന് പറയുന്നത് ആ ട്രെയിൻ കണ്ടപ്പോ ഗോവയ്ക്ക് പോകുന്ന ട്രെയിനായിട്ട് തോന്നി. ലുക്ക് ഉണ്ടായിരുന്നു, ഗോവയ്ക്കെന്നുള്ള ലുക്ക് ഉണ്ടായിരുന്നു. ആരെങ്കിലൊക്കെ കാണുന്നു. ഈ അനുവിനെ ഇഷ്ടമാണെന്ന് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് ആരൊക്കെയാ പെണ്ണ് കാണാൻ പോയതൊന്ന്? പപ്പ, ബിബിത, ഇൻഡോറിന് പോയി. എറണാകുളം. അപ്പൊ പിന്നെ ജോലി തിരിച്ചു വന്നു? അല്ല, ആ ടൈം കഴിഞ്ഞിട്ടാണ് ഞാൻ നോട്ടീസ് പീരീഡിലായിരുന്നു. ഓക്കെ. എറണാകുളത്ത് പോയി കണ്ടപ്പം അനു എങ്ങനെയായിരുന്നു മറ്റേ സിനിമയിലൊക്കെ കാണിക്കുന്നത്? കല വീട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ സ്പെഷ്യലി ഡ്രസ്സിംഗ് സെൻസ്, ഞങ്ങൾ നോർത്ത് ഇന്ത്യൻ, എനിക്ക് അറിയത്തില്ലല്ലോ എങ്ങനെയാ. അപ്പൊ തൃശ്ശൂർ എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ പ്ലേസ് ആണ് എന്നൊക്കെ. അപ്പൊ എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് ഞാൻ ചുരിദാർ മേടിച്ചിട്ട് അത് ഇട്ടിട്ട് ഹലോ ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. വിപിൻ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ കൊടുത്തോ ഇങ്ങനെയൊക്കെ? പറഞ്ഞിരുന്നു. എനിക്ക് അനു നല്ല സഭ്യ രീതിയില് സഭ്യ കുറ്റം അങ്ങനെ വരണം വേണ്ടോ ഓക്കെ. സിമ്പിൾ ആയിട്ടുള്ള മലയാളം കുട്ടിക്ക് അറിയത്തില്ല, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അപ്പൊ എനിക്ക് അങ്ങനെ വരണം. എനിക്ക് ഐ ഡോണ്ട് ഹാവ് ചുരിദാർ ആൻഡ് സാരി. എനിക്ക് അറിയാം, എനിക്ക് എങ്ങനെയെങ്കിലും നീ റെഡി ആക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഫ്രണ്ടിന്റെ കയ്യിൽ എനിക്ക് ചുരിദാർ വേണം ഒരു ദിവസത്തേക്ക്, ഒരു മണിക്കൂർ. അങ്ങനെയൊക്കെ റെഡി ആയിട്ട് പോയി നമസ്തേ നമസ്തേ ഒക്കെ ചെയ്തു. അവർക്ക് ഇഷ്ടമായിരുന്നു. പേടിപ്പിച്ചൊക്കെ ചോദിക്കുന്നത് പറഞ്ഞോടെ. അപ്പന് ഇഷ്ടമെന്ന് അച്ഛൻ പറഞ്ഞല്ലോ. അച്ഛൻ പോരുന്ന വഴിക്ക് അവനോട് പറഞ്ഞേട്ടാ നീ എങ്ങനെയെങ്കിലും എല്ലാ ദിവസം വിളിച്ചോളൂന്ന്. വിളിക്കാതിരിക്കുന്നത്, ബന്ധം പോവരുത്. അതെന്താ അച്ഛൻ അത്ര ഇൻട്രസ്റ്റ് ആയി പോയത്? മകന്റെ ഇഷ്ടം എന്നാണോ അതോ എല്ലാവരെയും ഒതുക്കാൻ ഇങ്ങനെ ഒരാൾ വേണം എന്നുള്ളത് കൊണ്ടാണോ? ആളെ കണ്ടപ്പോ ഇഷ്ടമായിട്ട് തോന്നി. അപ്പൊ ഇനി അത് വേറെ തെറ്റി പോകണ്ട. പക്ഷെ ഇവർ അടിയിൽ കിടക്കാൻ ആരും നമുക്ക് അറിയില്ലല്ലോ. ഇവരുടെ അധികം ഒരു സംഭവം ഉണ്ടെന്ന് അറിയില്ല. പിന്നെ എത്ര മാസം കൊണ്ട് പെട്ടെന്ന് കല്യാണം കഴിഞ്ഞു? 2-3 മാസം അല്ല, ഒരു ഓഗസ്റ്റില് ഓക്കെ ആക്കി. ജാനുവരിയിലാണ് കല്യാണം. നെക്സ്റ്റ് ഇയർ ജാനുവരിയിൽ കല്യാണം കഴിച്ചു. എങ്ങനെ രണ്ട് രീതിയിലും കല്യാണം നടത്തിയോ? കാരണം നിങ്ങളൊരു ക്രിസ്ത്യാനി കുടുംബമാണ്. അപ്പം ക്രിസ്ത്യാനിറ്റി, ഞാനും ക്രിസ്ത്യൻ തന്നെയാണ്. ഓ, അവിടെ ക്രിസ്ത്യൻ ഇവിടെയാ കല്യാണം നടത്തിയത്. എല്ലാം കല്യാണം എൻഗേജ്മെന്റ് എല്ലാം ഇവിടെ. ബിക്കോസ് ഇവർക്ക് കുറെ എല്ലാവർക്കും അങ്ങോട്ടേക്ക് വരാൻ പറ്റത്തില്ല. ആൻഡ് ഹീസ് ദി വൺ
ബോയ് ഇൻ ദി ഹൗസ്. അപ്പം എന്റെ റിലേറ്റീവ്സ് ഒക്കെ ഇങ്ങോട്ടേക്ക് വന്ന് എല്ലാരും വന്നില്ല. മെയിൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്നു. വിന്റർ ടൈം അല്ലേ അവിടെ. എന്നിട്ട് ഒരു 2 months കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടെ ഒരു റിസപ്ഷൻ കൊടുത്തായിരുന്നു എന്റെ നാട്ടിൽ പോയിട്ട്. അവിടെ റിലേറ്റീവ്സിനൊക്കെ ഓക്കെ ആയിരുന്നോ മലയാളി? അവിടെ അങ്ങനെ പ്രോബ്ലം ഇല്ല, ഇവിടെ പോലെ അല്ല. ഹോ ഇല്ല, ഇങ്ങനെയല്ല. അങ്ങനെ അവിടെ മലയാളി ചാലഞ്ചിങ്. എങ്ങനെ വളച്ചതായിരുന്നു അവർക്ക് അല്ലേ? ശരിയാ. നമ്മള് മലയാളീസ് എന്ന് പറയുമ്പോ അങ്ങോട്ടേക്കൊക്കെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യന്നൊക്കെ വരുന്നവർക്ക് മലയാളി ഗേൾസിനെ ഭയങ്കര ഇഷ്ടമാണ് കല്യാണം കഴിക്കാനും. സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും ഒരേപോലെ മലയാളി പെണ്ണുങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഒത്തിരി നോർത്ത് ഇന്ത്യയില് കേരളത്തിലെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര റെസ്പെക്ട് ആണ്. നല്ല ബ്യൂട്ടി എന്ന് പറയുന്നത് കേരള ആണെന്നാ അവിടെ പറയണേ. അപ്പൊ ഞാൻ ഇട്ട് എക്സ്പ്രഷൻ കിട്ടുമ്പോ മനസ്സിലായി. പക്ഷെ നമ്മൾക്കും ഇപ്പൊ മലയാളികൾക്ക് അങ്ങനെയല്ല, നോർത്ത് ഇന്ത്യയിലേക്ക് ഇതിനെ വെച്ച് പറഞ്ഞതല്ല. ഇവിടെ ഞങ്ങളൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് ചമ്പായിട്ടിരിക്കും. മമ്മി തല കുലിക്കുന്നു. ഫുഡ് കാര്യം ശരിയാ, ഫുഡ് ഡിഫറെന്റ്, ഭയങ്കര ഡിഫറെന്റ് ഇവിടെ. ഇവിടെ സ്പൈസി ഭയങ്കര. 3 വർഷം എടുത്ത് ഫുഡ് അഡ്ജസ്റ്റ് ആവാം. 3 വർഷത്തിനുള്ള 30 times എങ്കിലും ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ട് കോളേജ് ടൈമില്. ഫുഡ് ഭയങ്കര ഡിഫറെന്റ് ഇവിടെ. ഇവിടെ കുറച്ചുകൂടെ സ്പൈസി ആണ്. സ്പൈസി, കോക്കനട്ട് ഓയിൽ, എല്ലാത്തിനും കോക്കനട്ട് ഓയിൽ. അമ്മ കറി വെക്കാൻ നേരത്ത് കടുകെണ്ണ കൊടുത്തെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ ഉള്ളതാണോടെ സ്കിറ്റി പറഞ്ഞത്? അതെന്തായിരുന്നു സംഭവം? ഇവിടെ ഞാനിവിടെ വന്നതിന് മുന്നേ ഇവിടെ കോക്കനട്ട് ഓയിൽ തന്നെയായിരുന്നു. പിന്നെ മമ്മി മറ്റേ ഓയിൽ മേടിക്കാൻ തുടങ്ങിയത്. അനു വന്നപ്പോഴാണ് ഗോൾഡ് വിന്നർ ഒക്കെ ഉപയോഗിച്ചത്. ഗോൾഡ് വിന്നർ ഒക്കെ, പക്ഷേ കടുകെണ്ണ യൂസ് ചെയ്തില്ല. പ്രഗ്നന്റ് ആയിരുന്നു, ഫസ്റ്റ് ടൈം പ്രഗ്നന്റ് ആയിരുന്നപ്പം എനിക്ക് കോക്കനട്ടിന്റെ സ്മെല്ലേ പറ്റത്തില്ല, ഓയിലിന്റെ സ്മെല്ലേ പറ്റത്തില്ല. അത് വന്നു കഴിഞ്ഞാൽ ഞാൻ പോവും. പക്ഷെ കോക്കനട്ടിൽ ഭയങ്കര ടേസ്റ്റാ. അത് നിങ്ങൾക്ക് സത്യം കടുകെണ്ണയാണല്ല. നിങ്ങൾ ചെറുതിലെ പോലെ നമുക്ക് കടുകെണ്ണ വന്നാൽ നമുക്ക് ഒമിറ്റ് ചെയ്യും സത്യത്തില്. ഞങ്ങൾക്ക് മെയിൻ അതാണ്. പിന്നെ ഇവിടെ ഫുഡ്, ചോറ്, ഫസ്റ്റ് ടൈം കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ടൈം വരുമ്പോ മമ്മി എനിക്ക് ചോറ് വിളമ്പി തന്നെ ഒരു പ്ലേറ്റിൽ ഇത്രയും ചോറ്. ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഇതൊരു പ്ലേറ്റ് നിറച്ച്. അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ ഇവിടെ എല്ലാരും ഒരുമിച്ചാണ് വയ്ക്കുന്നത്. അപ്പൊ ഞാൻ വാരി കൊടുക്കാൻ ഞാൻ വാരി കൊടുക്കണെങ്കിൽ ഇത് നിനക്കുള്ളതാ. ഇത്രയും അങ്ങനെ ആയി ഞാൻ ഇങ്ങനെയായി. നല്ല മെലിഞ്ഞായിരുന്നു. ഇപ്പൊ സ്ലിമായി. അപ്പൊ ഭയങ്കര 0 ഫിഗർ ആയിരുന്നു വന്ന ടൈമില്. മമ്മി പാചകമൊക്കെ പഠിച്ചോ? പാചകം ഒരുവിധം അവള് ചെയ്യണത് ഞാനും കുറച്ച് പഠിച്ചു, ഞാൻ ചെയ്യണത് അവളും പഠിച്ചു. ആണല്ലേ? ഞങ്ങളൊരു എന്താ പറയാ സ്പെഷ്യൽ സർപ്രൈസിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മമ്മിയും മോളും കൂടെയാണ്. ആരാരെ ചെയ്യും എന്നുള്ളത് നമുക്ക് അപ്പൊ കാണാം. കേട്ടോ, ആരാരുടെ ചെയ്യും എന്നുള്ളത് നമുക്ക് അപ്പം നോക്കാം. ഒരു കുക്കിംഗ് ആണ്, ആരാരുടെ ചെയ്യും എന്നുള്ളത് നമുക്ക് അപ്പം നോക്കാം. എനിക്ക് ഭാര്യ ഓള് ചെയ്താൽ മതി, ആരാണെങ്കിലും മതി. അപ്പം വിവിധ ചെയ്യും. ആരാരെ ചെയ്യുന്നുള്ള നമുക്ക് അപ്പം നോക്കാം. മറ്റൊരു നാത്തവും വന്നതാണ്. ഇവരെല്ലാം എന്താ പറയാ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഫാമിലി ആയിട്ട് ഇന്റർവ്യൂ കിട്ടി. പോരെ, നമ്മള് മെയിൻ ഒരു കാര്യത്തിലേക്ക് വന്നില്ല. കല്യാണം ഇവിടെ വെച്ചാൽ നടത്തിയെന്ന് പറഞ്ഞു. കല്യാണം ഇവിടെ, അപ്പം ഇവിടെ തന്നെ ഈ വീട്ടിലേക്ക് തന്നെയാണ് നമ്മൾ വന്നത്. ഈ വീട്ടിലേക്കാണ് കൊണ്ടുവന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ വന്നതിന് ശേഷം? കാരണം അതുവരെ നമ്മളെല്ലാരും ഫോണിലും കാര്യങ്ങളിലുമാണ് കണ്ടേക്കുന്നത്. എല്ലാരും ഭയങ്കര സ്നേഹമായിരിക്കും. അടുത്ത ആളും വന്നിട്ടുണ്ട്, ചേച്ചി കയറുക, ചേച്ചിയാണല്ലോ അല്ലെ? ഓൾറെഡി ചേച്ചിയല്ലേ, ചേട്ടന്റെ ഭാര്യ ആകുമ്പോ ചേച്ചിയല്ലേ? എങ്ങനെ ചേട്ടത്തിയമ്മ അല്ലെങ്കിൽ അനു? അനു. അപ്പൊ എല്ലാരും എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യം എനിക്ക് എല്ലാരും ടോക്കിംഗ് ഭയങ്കര കുറവായിരുന്നു. ഞാനിങ്ങനെ ടോക്കിംഗ് എങ്ങനെ ടോക്കാനല്ല, അല്ല ഞാനിങ്ങനെ ഇപ്പൊ റൂമിലോട്ട് കയറി വന്നു, എല്ലാരും സംസാരിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാനിങ്ങനെ റൂമിലോട്ട് കയറി വരുമ്പം എല്ലാരും ഇങ്ങനെയാ. മറ്റേ ആ പടത്തിനകത്തില്ലേ ഏതായിരുന്നു, അയ്യോ വെട്ടത്തിനകത്ത് ഓരോരുത്തരിങ്ങനെ പോകും. പിന്നെ ഇംഗ്ലീഷിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് ഇറ്റ്സ് ഓക്കെ ഇങ്ങനെ ഭയങ്കര ഫോർമൽ ആയിരുന്നു. ഒരു 6 years ഐ തിങ്ക് നല്ല ഫോർമൽ തന്നെയായിരുന്നു. 6 years ഇപ്പൊ 10 years ആയി, കല്യാണം കഴിഞ്ഞ 10 years ആയി. 6 to 7 years ഇങ്ങനെ തന്നെ ഫോർമൽ. ഇപ്പോഴും എടുക്കാൻ അങ്ങനെ തന്നെയാണ്, ഭയങ്കര ഫോർമൽ ആണ്. ഇപ്പം പക്ഷെ മലയാളം പഠിച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ ഇത്രയും ഈ മലയാളം പഠിച്ചു പഠിച്ചു. ബന്ധുക്കാരെ കുറിച്ച് കുറ്റം പറയാൻ പഠിച്ചാ?
ആ കുറ്റം തും ഹിന്ദിയിലേ വരത്തുള്ളൂ. എനിക്ക് എന്നാ പറഞ്ഞ കുറ്റം എന്നെ മാതൃഭാഷയിലെ വരത്തുള്ളൂ. ബന്ധുക്കാരെന്ന് വെച്ചത് നിങ്ങള് തമ്മിൽ നല്ല പക്ഷേ ഇപ്പം നാത്തൂമാരൊക്കെ ഇരിക്കുമ്പോ അപ്പുറത്തെ വീട്ടിലെ നമ്മുടെ അതൊക്കെ ചെയ്യും. അതിനാണ് ഞങ്ങൾ എല്ലാരും ഭയങ്കര യുണൈറ്റഡ് ആണ്. അതുവരെ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ അതിന് ഞങ്ങൾ എക്സ്പേർട്ട് ആണ്. അതിൽ ഞങ്ങൾക്ക് മാതൃഭാഷ വേണ്ട. പിന്നെ ഞങ്ങൾ ലൈക്ക് ഫംഗ്ഷൻസിൽ ഫാമിലി ഫംഗ്ഷൻസ് കല്യാണം അങ്ങനെയൊക്കെ പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ചാ പോണേ. ഡ്രസ് കോഡൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ എപ്പോഴും ഇറങ്ങണേ. എന്നിട്ട് ഫംഗ്ഷനിൽ പോയിട്ട് ഫുഡ് വല്ല ആംഗ്യമായിരിക്കും. പിന്നെ ഭയങ്കര എക്സ്പ്രഷനാണ്. ഞങ്ങൾ പിന്നെ ഒരുമിച്ച് നിന്നുണ്ട് ഇഷ്ടമായോ. അത് ശരിക്കും മലയാളിയായി. ഇപ്പൊ ഹിന്ദിക്കാരിയല്ല, ഇപ്പൊ മലയാളി താലി മലയാളിയായി. അപ്പൊ ക്രിസ്ത്യാനി ആയതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ ഇവിടെ? അല്ലെങ്കിൽ പിന്നെ മതം മാറ്റണം എന്തെല്ലാം പ്രശ്നങ്ങളായെന്നറിയോ? ഞങ്ങൾക്കത് പ്രശ്നമല്ല. അല്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. എന്റെ വീട്ടുകാർക്ക് ഇത്രേ ഉള്ളൂ, നിനക്ക് ഇഷ്ടപ്പെടണം. ഇവിടെയാണ് അങ്ങനെയല്ല. നിനക്കാണ് ഇഷ്ടം ഇപ്പൊ പറഞ്ഞേക്കാം. അല്ല പിന്നെ നിനക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നമ്മളൊരാളെ ഇഷ്ടമാണ് ചിക്കൻ എന്നാണ് നിനക്ക് ഇഷ്ടമാണ് എങ്കിൽ ഇപ്പം പറഞ്ഞേക്ക്. പപ്പയ്ക്കും വീട്ടുകാർക്കും ഒന്നും ഇഷ്ടമില്ല. അതങ്ങനെയാണ്. നമ്മള് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഭൂരിപക്ഷത്തിനാണ് പേരൻസിന്. നമുക്ക് പക്ഷെ ഞങ്ങൾ എന്നിട്ട് പറയും ഞങ്ങളുടെ ഇഷ്ടത്തിന് പേരൻസ് നിൽക്കുന്നതെന്ന്. പക്ഷെ ഞങ്ങളുടെ ഇഷ്ടം അവരാണ് തീരുമാനിക്കുന്നത്. എന്തായാലും എന്താ പറയാ, ഇപ്പൊ രണ്ടുപേരും കാലിക്കറ്റ് താമസിക്കുന്നു അല്ലെ? എന്താ ജോലി രണ്ടായിപ്പം? ഞാൻ പിന്നെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അല്ലേ, അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട് കാലിക്കറ്റ്. ഞാൻ അവരുടെ ഓൾ കേരള റീജിയൻ CR മാനേജർ. ഞാൻ ഇപ്പം വർക്ക് ചെയ്യില്ല. ബേബി ഉണ്ടായി കഴിഞ്ഞപ്പോ പിന്നെ ഷൂട്ടിനൊക്കെ പോകും. ഈ ഷൂട്ടിലേക്ക് വിളി വന്നത് മോള് വഴിയാന്ന് പറഞ്ഞു. അവിടെ ചുമ്മാ മോളെയും കൊണ്ട് പോയതാണോ? അല്ല, ഇവളുടെ റീൽസ് കണ്ടിട്ട് ഇവളുടെ ഇങ്ങനെ കോൺടാക്ട് ചെയ്ത് മോൾക്ക് ഇങ്ങനെ നന്നായിട്ട് ചെയ്യും അവിടെ. സോ അങ്ങനെ അവിടുത്തെ കോർഡിനേറ്റർ വിളിച്ചു, പേർ വേണം എന്ന് പറഞ്ഞു. അപ്പൊ പേരിന് ഞങ്ങൾക്ക് ആരെ അറിയത്തില്ല. സോ ഞാൻ പറഞ്ഞു ഞാൻ മതിയോ എന്ന് ചോദിച്ചപ്പോ അവർ എന്റെ റീൽസ് കണ്ടു. അപ്പൊ ഓക്കെ ചേച്ചി മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പേരായിട്ട് MIL എത്തി. അവിടെ പോയി ഞങ്ങൾ സ്കിറ്റ് ചെയ്തു. പിന്നെ എന്റെ ലാംഗ്വേജിൽ അവർ പറഞ്ഞു അനു ഒരു സ്റ്റാൻഡപ്പ് ചെയ്യുമോ പ്ലീസ്. സ്റ്റാൻഡപ്പ് ആ ഡ്രസ് ഉണ്ടല്ലോ, അപ്പൊ നമ്മള് ഇതിനു വേണ്ടി ചെയ്യുന്നതായിരിക്കും. അതിൽ കാണുന്ന അനുവല്ല, ഡിഫറെന്റ് ആണ്. ലുക്ക് വെരി ബ്യൂട്ടിഫുൾ. ഈ ഡ്രസ്സിലേക്ക് ഭയങ്കര നീ എന്നെ കൂടെ ഞാൻ പറഞ്ഞു മലയാളീസ് നോർമലി ഞങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആണ്. നോർത്ത് ഇന്ത്യക്കാർക്ക് മലയാളീസ് ആണ് ക്രഷ്. പിന്നെ പ്രിയ വാര്യർ കണ്ടില്ലേ, നാഷണൽ ക്രഷ്. നാഷണൽ ക്രഷ്. അത് തന്നെ. ഈ ആ ഡ്രസ്സിൽ കണ്ടപ്പോഴേ നമ്മളിങ്ങനെ ശരിക്കും നമ്മൾ അങ്ങനെയുള്ള ആളുകളെ കാണുന്നത് ഹിന്ദി വാലാസ് ഹെഡപ്പള്ളി ടോളിലെ കുറച്ച് ആൾക്കാർ. ഫസ്റ്റ് സ്കിറ്റ് അങ്ങനെയായിരുന്നു. ആ സ്കിറ്റ് കണ്ടപ്പോ വിപിൻ എന്തെങ്കിലും തോന്നിയിരുന്നു ആദ്യത്തേക്ക് സ്കിറ്റ് കണ്ടപ്പോ? ഇല്ല എന്ന് പറഞ്ഞാ മോളും അനുവും കൂടി സ്ക്രീനിൽ കണ്ടപ്പോ ശരിക്കും പറഞ്ഞ ടോട്ടൽ ഫാമിലി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആ ഒരു ടെലികാസ്റ്റിന്റെ ഡേറ്റും അതാ എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് കാണാനൊക്കെ ആയിട്ട് ഭയങ്കര ഇതായിരുന്നു. ലൈക്ക് കുഞ്ഞയിലൊരു പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പാട്ടൊക്കെ പാടുന്ന സമയത്തൊക്കെ നമുക്ക് ആ ഒരു പ്രൗഡ് ഫീൽ ഉണ്ടായിരുന്നു. അതൊരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഞങ്ങളുടെ ഒരു ഫാമിലിന്ന് സ്ക്രീനിൽ വരാന്നൊക്കെ പറഞ്ഞ അത് മഴയില് പോലത്തെ ഒരു ചാനലിൽ വരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമില്ല. അപ്പൊ ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ്. പേര് പറഞ്ഞേ? അനഹിര വിപിൻ. അനഹിര വിപിൻ. മോളുടെ പേര് എങ്ങനെയാ? ബെനോയിറ്റ സന്തോഷ്. ബെനോയിറ്റ സന്തോഷ്. ആളുടെ പേര്? ബെൻഹർ സന്തോഷ്. ബെൻഹർ സന്തോഷ്. ഒളിച്ചിരിക്കുന്നവന്റെ പേര്? എന്നോട് പറഞ്ഞായിരുന്നു, മറന്നുപോയി. ഇടയ്ക്ക് കരഞ്ഞിട്ടൊക്കെ നിലവിളിച്ച് ഓടി. പേരെങ്ങനെയായിരുന്നു ആളുടെ? ബെനൽ. പേരെങ്ങനെയാ? ബെനറ്റ് സന്തോഷ്. ബെനറ്റ് സന്തോഷ് ഭയങ്കര ആക്റ്റീവ് ആണ് കേട്ടോ. ഇവിടെ വന്നപ്പോ ഇവര് തമ്മിലാണ് ഭയങ്കര ആക്റ്റീവ്. എന്തൊക്കെ ചെയ്തു? ഞാൻ പാട്ട് പാടി ഡാൻസ് കളിച്ചു, പിന്നെ സ്കിറ്റ് കളിച്ചു. അത് കഴിഞ്ഞിട്ട് കൊച്ചിനെ കൊണ്ട് പോയിട്ട് മമ്മി അവിടെ സ്റ്റാറായി അല്ലേ? എനിക്ക് സ്റ്റാർ ആവാൻ പറ്റിയില്ല. പാവം കൊച്ചിനെ ഇങ്ങനെ സൈഡ് ആക്കണം. ഷോർട്ട് ഫിലിംസിലൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എത്രയിലാ പഠിക്കുന്നേ? തേർഡ് സ്റ്റാൻഡേർഡ്. 3ാം ക്ലാസ്. ഞങ്ങളങ്ങനെ അങ്ങനെ വിഷയല്ലേ, നല്ലതാണ് കേട്ടോ. അപ്പൊ അനു അതിനുശേഷം എത്ര സ്കിറ്റ് ചെയ്തു ഇപ്പൊ അവിടെ? 10ഓളം സ്കിറ്റ് ചെയ്തു. അതിന്റെയൊക്കെ ഉള്ള പ്രൈസ് ആരോ കൊണ്ട് നടക്കുന്നത്? അതിന് കിട്ടുന്ന പ്രൈസ് ഒക്കെ ആരോ ഉപയോഗിക്കും? അതൊക്കെ ആള് തന്നെയാ യൂസ് ചെയ്യുന്നത്. അതെ, കാരണം ആളാണ് കഷ്ടപ്പെടുന്നത്. അപ്പൊ പിന്നെ അതിന്റെ ഒരു ആള് നമ്മൾ ചോദിക്കുന്ന മോശമല്ല. പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടറിഞ്ഞ് തരാന്നല്ല. കഴിഞ്ഞ മാസം ഐഫോൺ മേടിച്ചു കൊടുത്തോ?
ഐഫോൺ അല്ല ഒരു എന്തായാലും വിവോ X100 മേടിച്ചു കൊടുത്തു സ്കിറ്റ് കളിക്കാൻ പോയിട്ട് ഒറ്റയ്ക്ക് നിന്ന് ഒരാളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ടഫ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇനിയിപ്പോ പുതിയത് വരുന്നുണ്ട്, ഇപ്പൊ സ്ക്രിപ്റ്റ് ഒക്കെ പെട്ടെന്ന് എഴുതാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ആദ്യം എനിക്കൊരു 15 days എടുക്കും സ്ക്രിപ്റ്റ് എഴുതാൻ. ഇപ്പൊ ഒരു ദിവസം ഹിന്ദിയിലാണോ മലയാളത്തിലാണോ? ഇംഗ്ലീഷിൽ മംഗ്ലീഷിലെഴുതും. ഓക്കെ ഓക്കെ ഓക്കെ. മംഗ്ലീഷ് വരെ പഠിപ്പിച്ചെടുത്ത് നിങ്ങള്. പുരോഗമനമുണ്ട്, നല്ല പുരോഗമനമുണ്ട്. പക്ഷെ പിള്ളേര് സംസാരിക്കുന്നത് ഹിന്ദിയിലാണ് അല്ലേ? എന്നോട് ഹിന്ദിയിലും വിപിനോട് മലയാളത്തിലാണ് സംസാരിക്കുന്നത്. എനിക്ക് ഹിന്ദി അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം തോന്നി ഞാൻ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുന്നത്. ഇടയ്ക്ക് പോലും ഹിന്ദിയുടെ ചീള് തെറിക്കരുത്. मेरा नाम मनाहिर विपिन है। ऐसे नहीं, मैं तुझसे हिंदी में बात करती हूँ ना, तू पापा से क्या बोलती है? मलयालम में बात करती है? कुछ नहीं. അമ്മയോട് ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചേ. आप खाना खाया? नहीं खाया यार, भूख लग गई तुझे? तुझे भूख लग रही है? ഞാൻ ആരാന്ന് ചോദിച്ചേ. मैं कौन हूँ? वो कौन है? तू कौन? अरे वो कौन? ഞാൻ आप कौन है? ഞാൻ അതവിടെ ചോദിക്കണം. ഈ ആന്റി കോനെന്ന്. आप कौन है? ये आंटी कौन है पूछ. ആ അത് തന്നെ. ये आंटी कौन है? ये आंटी अपना इंटरव्यू लेने आई है. अच्छी है ना? सुंदर है ना? हाँ। बोलो उनको आप सुंदर हो बहुत. आप सुंदर हो बहुत। എനിക്കിനി ചോറൊന്നും വേണ്ട, ഇവിടെ ഞങ്ങൾക്ക് തീവ്രം വേണ്ട. ഞാൻ ഇവർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുത്തോളാം. ആള് ഇങ്ങോട്ട് ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓടി വന്നതാണോ? ടിവിയിൽ മുഖം കാണിക്കാൻ വന്നതാണോ? ഇത്ര ലേറ്റ് ആയത് എന്താ? അവിടെ വീട്ടിലെ എല്ലാവർക്കും വയ്യാണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഇരിക്കാനൊക്കെ ചമ്മലായിരുന്നോ? അതെ അതെ. ചമ്മലിപ്പോ പോയി. നമ്മള് പോണം. കാരണം അനു ഇപ്പൊ പറഞ്ഞ മമ്മിയും പപ്പ ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അനു കാരണം മൊത്തത്തിൽ നിങ്ങൾ എല്ലാവരും അറിയപ്പെടുന്നുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്. നമ്മളാണെങ്കിലും ഇപ്പൊ ഞാൻ പറയാം, ഓൺലൈനിൽ ഒരുപാട് കമന്റ്സ് വരാറുണ്ട്. അപ്പൊ പല കമന്റ്സും നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാവുന്ന കമന്റ്സ് നമുക്ക് ഉണ്ടാവാറുണ്ട് നമ്മുടെ ഓരോ വീഡിയോയുടെ. പക്ഷെ അനു ചെയ്യുന്നതിന്റെ കമന്റ്സ് ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല. മേ ബി കമന്റ്സ് വന്ന് അനു ശരിക്കും വായിച്ചു നോക്കിയിട്ടുണ്ടോ? എല്ലാ കമന്റ്സും വായിച്ചു. കമന്റ്സ് ഒക്കെ എന്താ ശരിക്കും ഞാൻ എന്താ കമന്റ്സ് എന്തായിരുന്നു? കൊറേ വിപിന്റെ കൊറേ വീഡിയോസ് വൈറൽ ആയിട്ടുണ്ട്. അപ്പൊ അതിൽ കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്. സോ വരുന്ന കമന്റ്സ് ഒക്കെ എൻവി അഡൽട്ട് കൈൻഡ് ഓഫ് കമന്റ്സ് ആണ്. അപ്പൊ എനിക്ക് ആദ്യമൊക്കെ മനസ്സിലാവത്തില്ല. അപ്പൊ ഞാൻ ഉറക്കി വിപിൻ ഇതിന് വേറെ മീനിങ് ഉണ്ട്. പക്ഷെ ഐ എൻജോയ് ദം. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, അതന്നെ. നമ്മൾക്കും നമ്മള് ഈ പറഞ്ഞ പോലെ സ്കിറ്റിന് വേണ്ടിയിട്ട് അല്ല, സോറി ക്ഷമിക്കണം, സ്റ്റാൻഡപ്പിന് എന്തെങ്കിലും ഒരു നോട്ടം അപ്പൊ തന്നെ സ്റ്റാൻഡപ്പിന് വേണ്ടിയിട്ട് നമ്മള് ക്യാരക്ടേഴ്സ് ആയിട്ട് എടുക്കുന്ന നമ്മുടെ തന്നെ ഫാമിലിയിലുള്ളവരെയാണ്. അത് നല്ലൊരു ടൈപ്പ് ഉണ്ട് നിങ്ങൾക്കിടയിൽ. ഇനിയിപ്പോ നെക്സ്റ്റ് സ്റ്റാൻഡപ്പിന് കൊണ്ടുപോയി എന്റെ പേര് വെച്ച് അടിക്കരുത്. അപ്പം നിങ്ങളുടെ ഒരു ഫാമിലി യൂണിറ്റി ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ തന്നതിന് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇതൊക്കെയാണ് ഫാമിലി അല്ലെ വിപിനെ. നമ്മൾ എന്താണോ സ്ക്രീനിൽ പറയുന്നത് അതൊക്കെ സെക്കൻഡറി ആണ്. കാരണം അത് നമ്മുടെ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഏതറ്റത്തിൽ നിന്നിട്ട് നമ്മൾ ചെയ്യും. പക്ഷെ ഞാൻ ഓർത്തു നിങ്ങൾ എല്ലാവരുമായിട്ട് അടിയും ബഹളവും. പറഞ്ഞു. അതായത് വേളാങ്കണ്ണിക്ക് ടൂർ പോവാണെങ്കിൽ ഫുഡിന് പേടിക്കുന്ന ആവശ്യമില്ല. അത് 10 ചപ്പാത്തി 200 ചപ്പാത്തി ഇവര് ചപ്പാത്തി ഉണ്ടാക്കാൻ ചപ്പാത്തി കട ഇട്ട് കൊടുത്തൂടെ? ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നമുക്കൊരു ബിസിനസ് ഉണ്ടെങ്കിലും അതിനും ഒരു ഏണിങ്സ് ആണ്. അത് എനിക്ക് തോന്നുന്നു അനുവിന് ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റും. അത് അനുവിന് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടല്ല, അവരുടെ കൈമൻ ഇതുണ്ടല്ലോ, ഫാസ്റ്റ് ആണ് അവര് നമ്മൾ കുഴക്കുന്ന പോലെ ടഫായിട്ടല്ല കുഴക്കുന്നത്, ഒരു ഇച്ചിരി ലൂസാ. ആ ലൂസായിട്ട് കുഴച്ചിട്ട് ഇവർ ആ ഒരു ചപ്പാത്തി എടുത്താൽ മറ്റേ ചപ്പാത്തി ചുട്ടെടുക്കുന്നത്. ഞാൻ എന്റെ ഒരു ഫ്രണ്ട് അങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഹിന്ദിക്കാരനാണ്. അപ്പൊ അങ്ങനെ ഞാൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അത് അല്ലച്ച ഈ പള്ളിയുടെ കാര്യം ഞാൻ സത്യത്തിലേ ഇതങ്ങ് വൈൻഡപ്പ് ചെയ്യാൻ പോയത്. അപ്പഴെന്നെ പള്ളിയുടെ കാര്യം നിങ്ങൾ ഗോവയിൽ പോയ കാര്യം ആരായിട്ട് ചോദിക്കുന്നത്? അല്ല, ഗോവയിൽ പോയെന്നുള്ള കഥ സത്യമാണ്. അത് കോമഡിക്ക് വേണ്ടിട്ട്. ഗോവയിൽ പള്ളിയിൽ പോയോ? പള്ളിയിൽ പോയി. പത്തിന് പോയോ? രണ്ടിനും പായുണ്ട്. പള്ളിയിൽ പോയി. അന്നേക്ക് വയറ് കൂടുതലായിരുന്നു. അതിന് ശേഷം കുറഞ്ഞു. അതെന്താ എനിക്കറിയില്ല. വെള്ളത്തിന്റെ പ്രത്യേകത എനിക്കറിയില്ല. അവിടത്തെ വെള്ളത്തില്ലേ
അനു അറിഞ്ഞു. അനു ഇത് ഞങ്ങളാരും പറഞ്ഞല്ല, അനുവിന്റെ കുടുംബകാരി അനു ആണ് നാട്ടുകാരോട് പറഞ്ഞത്. ഒരു മൈക്കിൽ വെച്ചിട്ട് ഹലോ നാട്ടുകാരെ, എന്റെ വീട്ടിൽ എന്റെ പപ്പ ഇങ്ങനെയാണ്. എന്റെ ഇങ്ങനെയാണ്. സൂം അല്ലേ, ഇത് ഞാൻ പറഞ്ഞതാണോ വിപിനെ? ഞാൻ പരദൂഷണം പറഞ്ഞാണോ? അല്ലല്ലോ. ആണോ ഞാൻ പറഞ്ഞാണോ ചേച്ചി? അല്ലല്ലോ. അനു തന്നെ മൈക്ക് കെട്ടിയിട്ട് പറഞ്ഞു എന്റെ പപ്പ പള്ളിയിൽ പോവാൻ ഗോവയ്ക്ക് കൊണ്ടുപോയിട്ട് ഗോവയിൽ നിന്ന് പിന്നെ പപ്പാനെ കിട്ടുന്നത് ഒരു ദിവസം ഫുള്ള് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം പപ്പാനെ കിട്ടുന്ന പബ്ബിൽ നിന്നാണെന്നാണ് പറയുന്നത്. മദാമ്മമാരുടെയൊക്കെ കൂടെ ആണെന്നൊക്കെ എനിക്കറിയില്ലേ. മാമിയോട് ചിരിക്കുന്നു. മാമി ഉള്ളതാണോ? മാമി മാത്രം സത്യം പറയും. മാമി പറ ഉള്ളതാണോ? പപ്പ പറഞ്ഞ കറക്റ്റ്. ഏതാ പേര് പറഞ്ഞോ മമ്മി. അനു അങ്ങനെ അതിന് വേണ്ടിട്ട് പറഞ്ഞാണ് സ്റ്റോറിയാ. പക്ഷെ പപ്പ സ്റ്റോറി ആണെങ്കിലും ഞാൻ കുറച്ച് പപ്പ ഇങ്ങോട്ട് ആസ്വദിച്ചായിരുന്നു. ശരിയാ. ഞാനങ്ങനെ എന്റെ മനസ്സറിഞ്ഞ എന്റെ മരുമോൾ എന്നൊക്കെ പറയുന്നത് നമ്മള്. എനിക്ക് അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കൺട്രോൾ ചെയ്ത് പള്ളിയിൽ പോയി 2 കൂട് മെഴുകുതിരിന്നുള്ള 3 കൂട് കത്തിച്ചിട്ട് പോകുന്നു. അത്രേ ഉള്ളല്ലേ പപ്പ? ഓക്കെ. ഇനിയിപ്പോ നിങ്ങൾ ഇനി ഉടനെ ഇല്ലല്ലോ ഗോവയ്ക്ക്? എല്ലാ ഇയറും പോകുന്നു അല്ലേ? ഓക്കെ. ആ സ്റ്റോറി എനിക്ക് അവിടുന്ന് കിട്ടിയത്. തബല വിൽസൺ ഗോവ സ്റ്റോറി എനിക്ക് അവിടുന്ന് ഉണ്ടാക്കി തന്നതാ. ആരുണ്ടാക്കി തന്നു? അവിടുത്തെ കോർഡിനേറ്റേഴ്സ്. എനിക്ക് സ്ക്രിപ്റ്റ്, ഞാൻ എന്റെ സ്ക്രിപ്റ്റ് കൊണ്ടുപോകും, പിന്നെ അവിടുന്ന് എനിക്ക് സ്റ്റോറി ആഡ് ഓൺ ചെയ്തു. കുറച്ച് മസാല വേണമല്ലോ. അല്ല ശരിക്കും ഗോവ ട്രിപ്പില് പപ്പ റിലേറ്റ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഇതുണ്ടായി. ടോട്ടൽ ഫാമിലി ഇവിടുന്ന് ബാച്ചിലേക്കാണ് സ്റ്റേഷനിലേക്ക് പോയത്. അപ്പോ ട്രെയിൻ ഒന്ന് എന്തോ ഒരു 5 minutes ലേറ്റ് അങ്ങോട്ടായിരുന്നു. അപ്പോ പപ്പ 2 വീലറിന് പോയെ. അപ്പൊ ഞങ്ങള് കാറിലായിരുന്നു. അപ്പൊ കാർ ഈ ട്രാഫിക്കും കഴിഞ്ഞ് അവിടെ എത്താനായിട്ട് ഒരു ചെറിയൊരു 2 മിനിറ്റിന്റെ ഡിലേ ഉണ്ടായി. പപ്പ അവിടെ വണ്ടി സ്റ്റാൻഡ് ആയിട്ട് പപ്പ വേഗം കയറി. അവിടെ നിൽക്കുന്ന ഒരു ട്രെയിൻ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ആ ട്രെയിനിൽ പപ്പ കയറി പോയി. അതായത് ഞങ്ങൾ വന്നിട്ട് പപ്പനെ കാണാൻ എന്ത് വിളിച്ചു നോക്കിയോ പപ്പ പറയാ, എടാ നീ പേടിക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന്. ഞങ്ങളിവിടെ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുന്ന ട്രെയിൻ വരാം. പപ്പ പറയണ ഞങ്ങളുടെ ഫ്രണ്ട്, ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് ഒരു ട്രെയിൻ പോകുന്നുണ്ട്. ആ ട്രെയിനിൽ പപ്പ ഉണ്ടായിരുന്നു. വന്നിട്ട് പിന്നെന്താ, അത് ഭാഗ്യത്തിന് ഷൊർണൂർ കൂടി പോകുന്ന ട്രെയിൻ തന്നെയായിരുന്നു. പപ്പൂടെ പറഞ്ഞു വേഗം ഷൊർണൂർ ഇറങ്ങാൻ പോകുന്നു. അതിന് സ്റ്റോപ്പ് ഉള്ള കാരണം പപ്പ അതെന്തോ മുംബൈക്കുള്ള വണ്ടിയായിരുന്നു. വേറെ ഏതൊരു ഡയറക്ഷനിലേക്കുള്ള വണ്ടി. അല്ലെങ്കിൽ മൊത്തം അപ്പൊ ശരിക്കും അതിലൊരു ടോപ്പിക് ഉണ്ടായിരുന്നു. അത് പിന്നെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ലാസ്റ്റ് ഇതിലേക്ക് എത്തി. അപ്പൊ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു ഗോവയിൽ. സത്യം. നമ്മളാണേലും ഈ പോവാനുള്ള ധൃതിയില്ല. ഈ പിള്ളേരുടെ മൈൻഡാണ് ചില സമയത്ത് നമുക്കൊക്കെ ടൂർ പോകുന്നത് കണ്ടപ്പോ നിങ്ങൾ ട്രെയിനിനെ പറഞ്ഞിട്ടുണ്ടോ? അല്ല, പപ്പയോട് ചോദിച്ചപ്പോ പപ്പ പറഞ്ഞൊരു റീസൺ എന്ന് പറയുന്നത് ആ ട്രെയിൻ കണ്ടപ്പോ ഗോവയ്ക്ക് പോകുന്ന ട്രെയിനായിട്ട് തോന്നി. ലുക്ക് ഉണ്ടായിരുന്നു, ഗോവയ്ക്കെന്നുള്ള ലുക്ക് ഉണ്ടായിരുന്നു. ആരെങ്കിലും ഒക്കെ കാണുന്നു. അല്ല എന്തായാലും ധൈര്യം ഉണ്ടായിരുന്നു. അവിടെ എത്തിയാലും പൈസ ഉണ്ടല്ലോ, പോക്കറ്റിലുണ്ടായിരുന്നു, പൈസ ഉണ്ടായിരുന്നു. അതന്നെ. ഹിന്ദിക്കാരി അനു നമുക്ക് കാണിച്ചു തന്ന ഒരു കുടുംബമുണ്ട്. തമാശകളിൽ ജീവിക്കുന്ന തബല വിൽസൺ, മമ്മി, വിപിന്, പെങ്ങന്മാര്, ഇപ്പൊ മക്കൾ എല്ലാവരും. ഇവർ ആ സ്കിറ്റിന് വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവരുടെ റിയൽ ലൈഫിൽ ഇവരെല്ലാം ഭയങ്കര അടിപൊളി ആളുകളാണ്. ഭയങ്കര രസമാണ്. ഞാൻ പറഞ്ഞ ഞാൻ ചുമ്മാ ഇങ്ങനെയൊക്കെ പറഞ്ഞു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനാണെന്ന്. അതൊന്നുമില്ല, കുത്തിരിപ്പൊന്നുമില്ല. എല്ലാ വീട്ടിലും ഉള്ളത് ഒരേ ഒരു സാധനമാണ്, അടിസ്ഥാനപരമായി പരസ്പര ബഹുമാനവും സ്നേഹവും. അതെന്താണല്ലോ ഈ വീട്ടിലുണ്ടായിരുന്നു. അനു യു ആർ വെരി എന്താ പറയുക ലക്കി, യു ആർ ഗോട്ട് എ ബ്ലെസ്സിങ്. എനിക്ക് ഞങ്ങളുടെ ചാനലിന് വേണ്ടി ഇത്രയും നല്ലൊരു ഇന്റർവ്യൂ തന്നതിന്. പിന്നെ മാത്രമല്ല ഇത്രയും 6 മാസം ക്യാരി ചെയ്തിരുന്നിട്ടും നാത്തൂനെ സപ്പോർട്ട് ചെയ്യാവുന്ന സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾക്കും അതേ കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങി, പാവം അവൻ ഉറങ്ങി, അവ ഇടയ്ക്ക് കാര്യമൊക്കെ ചെയ്തു. ഇപ്പൊ മോനാണെങ്കിൽ എന്നെ ഇഷ്ടമില്ലെന്നൊക്കെ പറഞ്ഞ് കമന്റുകളൊക്കെ ഉറക്കി. ഇല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ ഞാൻ അനുഭവിക്കേണ്ടി വന്നേനെ. മക്കൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിന്റെ വകയും ഞങ്ങളുടെ പ്രേക്ഷകരുടെ വകയും താങ്ക് യു. Thank you for coming.